ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ എണീറ്റപ്പോൾ നല്ല ഗംഭീര മഴയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഫുള്ള് മഴ ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെ മഴ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊടുക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ചെറിയ വിശേഷങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടത്. കറിക്കും ഉപ്പേരിക്കും ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ തലേ ദിവസം അതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കത് ചമ്മന്തി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതേക്കുള്ള തേങ്ങ ഞാൻ തലേ ദിവസം ഇതേപോലെ ചിരകിയിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് കുക്കറിക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറിയും വെച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ ആദ്യം തന്നെ ഞാനിത് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനത് പരിപ്പൊക്കെ കഴുകി വന്നതിന് ശേഷം ഞാൻ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തക്കാളിയും ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വേഗം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നേരത്ത് ഉണ്ണി ഉറങ്ങിയിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കൂടുതൽ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഞാൻ എണീക്കുന്നതിൻ്റെ ഒപ്പം എണീക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടാണ് എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാറുള്ളത്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് ആൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനത് രണ്ടടുപ്പിലും ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് ഉണ്ടായിരുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് ഞാൻ തലേദിവസം അരച്ച് വെച്ചിട്ട് അത് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പൊതിച്ചോറ് കെട്ടാനായിട്ടുള്ള ഇലയൊക്കെ തലേദിവസം തന്നെ മുറിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നല്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുറിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുമല്ല എല്ലാ വീട്ടിൽ നിന്നും ഉണ്ടാവും കേട്ടോ ഇതേപോലെ പൊതിച്ചോറ്. അപ്പോൾ എല്ലാവരും വാഴയില ഇതേപോലെ ഓരോ പറമ്പിൽ നിന്നാണ് കേട്ടോ മുറിക്കാറ്. അങ്ങനെ അവരൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുറിക്കാനായിട്ട് ഇലയുണ്ടാവില്ല, നമുക്ക് പൊതിഞ്ഞ് കൊടുക്കാനായിട്ടും പിന്നെ ബുദ്ധിമുട്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം ഈ വക പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കതേ ചമ്മന്തിക്കുള്ള പുളി ഉണ്ടല്ലോ, അതൊന്ന് കുരു കളയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ നിന്ന് കുറച്ച് പുളി എടുത്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനത് ആ ഒരു കുപ്പിയിൽ പൊട്ടിച്ചിട്ട് അപ്പോൾ തന്നെ കൈയോടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ചെറിയ ചെറിയ പണികൾ കയ്യോടെ ഇതേപോലെ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഒഴിക്കാനും ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ വേഗം ഓയിലൊക്കെ നിറച്ചിട്ട് നമ്മൾ ആ സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിലേക്കുള്ള വെണ്ടക്കായ ഞാൻ തലേദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കഴുകിയിട്ട് ഞാൻ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ബാക്കിലത്തെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലും ചെറിയൊരു പീസ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സെൻറ്റർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ നുറുക്കിയെടുക്കാറുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഇനി എത്ര നല്ല ചിലപ്പോൾ വെണ്ടക്കായ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു വട്ടം അനുഭവം ഉണ്ടായിട്ടോ. പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ ഇതേപോലെ സാമ്പാർ കഴിക്കുന്ന സമയത്ത് നടുവൊന്നും നുറുക്കാണ്ടൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കടിച്ചപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇത് പുഴു ഇങ്ങനെ വരുന്നത് ചത്ത പുഴുവാണ്. അപ്പോൾ എനിക്ക് അതിന് ശേഷം ഞാൻ എപ്പോഴും ഇതേപോലെ ഈ ഒരു രീതിയിലാണ് കേട്ടോ സെൻറ്റർ കട്ട് ചെയ്തിട്ട് പുഴുവൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് കേട്ടോ വെണ്ടക്കായൊക്കെ ഞാൻ അരിഞ്ഞിട്ട് ഇടാറുള്ളത്. അപ്പോൾ ഇതിൽ ഒക്കെ നല്ല വെണ്ടക്കായനായിരുന്നു കേട്ടോ, പുഴുവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ സൈഡിലേക്ക് വെച്ച് പിന്നെ നമുക്ക് ചോറ് അപ്പോഴത്തേനും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇറക്കിയിട്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ ഉണ്ണി ഇവിടെ ഏറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചിയാണ് ഉണ്ണീനെ അടുക്കളയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഞങ്ങളുടെ കുറച്ച് നേരത്തുള്ള സ്നേഹപ്രകടനങ്ങളും ഓരോ കൊച്ചു വർത്തമാനങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇതേപോലെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്തേ ചോദിക്കാൻ പറയുമ്പോൾ ആളിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തേ അതുപോലെ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ മനസ്സിലായി തുടങ്ങിയല്ലോ, അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതേ എൻ്റെ കുറച്ച് ക്ഷീണമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇനി ആളിങ്ങനെയൊന്നുമല്ല, ഭയങ്കര പോക്കിരിയാണ്. അങ്ങനെ ഞാൻ ഇനി നെറ്റിയുമ്പോൾ എന്തെങ്കിലും പൊട്ടോ ഇനി കമ്മലോ എന്തിട്ടാലും അതൊക്കെ ആൾ പറിച്ചെടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ പൊട്ടൊക്കെ ആണെങ്കിൽ അത് എടുത്തിട്ട് കളയുക. ഇനി കമ്മലാണെങ്കിൽ അതെ അതൊക്കെ ഇങ്ങനെ കാതിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പൊട്ട് പറിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഇനി വേഗം ഉണ്ണിക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ദോശയാണല്ലോ, അപ്പോൾ ഞാനിതേ ദോശ മാവിൽ കുറച്ച് മാവ് മാത്രം എടുത്തിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് നമ്മളിതേ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് ഞാൻ ഇതേപോലെ നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ ഉണ്ണിയുടെ കയ്യിൽ ഇതേപോലെ എന്തെങ്കിലും പാത്രമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ ചില നേരത്തെ ഇരിക്കുകയൊക്കെ ചെയ്യട്ടും. നിലത്തിരിക്കുന്ന പണിയൊന്നുമില്ല. അപ്പം മിക്കതും എന്നല്ല എപ്പോഴും ഞാൻ ഇതേപോലെ എടുത്തിട്ടാണ് കേട്ടോ എൻ്റെ ഓരോ പണികളും എണീറ്റ് കഴിഞ്ഞാലുള്ള ചെയ്യൽ. പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ടാവുമ്പോൾ ചില ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് ഉണ്ണിനെ എടുത്തിട്ട് ചെയ്യാൻ പറ്റാത്തതായ കുറച്ച് പണികളുണ്ടാവുമല്ലോ, ആ പണികളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ അതേ ദോശ ഓരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരെണ്ണം ചുട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചൂടാറിയപ്പോൾ ഞാൻ ഒരു കഷ്ണം ഇന്ന് കൊടുത്തിട്ടോ. അപ്പോൾ ആൾ തന്നെ ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കയ്യിൽ പിടിച്ചിട്ട് കഴിക്കാൻ പറ്റിയതൊക്കെ ആണെങ്കിൽ ചെറിയ പീസൊക്കെ കൊടുക്കുകയാണെങ്കിൽ
തന്നെത്താനെ ഇതേപോലെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞാനത് ഉണ്ണിക്കുള്ള ആദ്യം 2 ദോശ ചുട്ടിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഉണ്ണിക്ക് കൊടുത്തിട്ട് ആളുടെ വയറൊക്കെ ഒന്ന് നിറച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ വാശി പിടിക്കാണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമല്ലോ. അങ്ങനെ പിന്നെ ഇതേ ഞാൻ ഉണ്ണിയുടെ ദോശയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാറിൽ ഞാൻ മുളക് പൊടി ഇടാണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും പിന്നെ നമുക്കത് കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ണിയുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളത് ഫോൺ കണ്ടപ്പോൾ അത് തൊടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരണത്. അതിന് ഞങ്ങളിത് ദോശയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഞാനിത് സാമ്പാറിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഗീതുമോൾക്ക് കുറച്ച് ഹോംവർക്കൊക്കെ കാലത്ത് ചെയ്യാനായിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കാലത്ത് അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗീതുമോളുടെ കുളി അതേപോലെ തന്നെ ഗീതുമോളുടെ ഒരുക്കങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ദോശയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾ മുഴുവനായിട്ടൊന്നും കഴിച്ചിട്ടില്ല, ഒരു 1.5 അത്രയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കഴിക്കണ സമയത്ത് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ ചെറിയ പീസൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെത്താനെ അത് ഇരുന്ന് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ണീനെ ഞാൻ വേഗം ഗീതുമോളുടെ അടുത്താക്കിയിട്ട് പിന്നെ നമുക്ക് ചമ്മന്തിക്കുള്ള മുളകും ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഞാൻ വെറുതെ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ എൻ്റെ സാമ്പാർക്ക് ഓരോ പണികളൊക്കെ അതിൻ്റെ ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരി ഇതേ മുളകിടാൻ വേണ്ടിയിട്ട് കായ ഞാനത് ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം കായ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഉണ്ണീനായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ണീനെ ഞാൻ അവിടെ കൊണ്ട് ഇരുത്തി ഗീതുമോളുടെ അടുത്ത് ഇരുത്തിയിട്ട് കുറച്ച് നേരമൊക്കെ ചിലപ്പോൾ നല്ല മൂടാണെന്നുണ്ടെങ്കിൽ ഗീതുമോളുടെ കൂടെ ഇരുന്ന് കളിക്കും കേട്ടോ. അങ്ങനെ ഉപ്പേരിയൊക്കെ ഇങ്ങനെ വറവിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിത് വേഗം അടുത്ത പണികൾ ഓരോന്നായിട്ട് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിത് വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണി വാശി പിടിക്കുമ്പോഴത്തേന് ഈ ഒരു പണിയൊക്കെ ഒന്ന് ഒതുക്കിയാൽ മാത്രമായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് നേരത്തിന് ചോറ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതേ ചമ്മന്തിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉപ്പ് ഇട്ടിട്ട് ഞാനത് നല്ല രീതിക്ക് തന്നെ ചമ്മന്തിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറികളൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് പിന്നെ നേരെ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗീതുമോളെ കൊണ്ടുപോകാനായിട്ടുള്ള ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം പോയിട്ട് കുളിയും കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ള ഇലകളൊക്കെ ഞാനൊന്ന് വാട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഇലയായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വാട്ടിയിരിക്കുന്നുണ്ട്. പിന്നെ ഗീതുമോൾക്ക് മുടി കെട്ടാനും ഇതിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒക്കെ ഒരു തിക്കും തിരക്കും പിടിച്ചിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് നേരത്തിന് നമ്മൾ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊന്നും നമുക്കൊരു തടസ്സം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇലക്കെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് ഇത് നമ്മുടെ ചോറ് ഞാനിത് ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറാനായിട്ട്. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പേരിയും ഇതൊക്കെ ഞാൻ ചൂടാറാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ പൊതിച്ചോറിൻ്റെ പരിപാടി പാർട്ടി ബേസിലാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പൊതിച്ചോറ് കൊടുക്കാനായിട്ട് കിട്ടാറുണ്ട്. ഒരു നേരത്തെ ആഹാരം നമുക്ക് ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് പറ്റണ രീതിയിൽ കൊടുക്കാമെന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എനിക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമുക്ക് കുറേ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ ഉള്ളത് വെച്ചിട്ട് ഒരു നേരത്തെ ആഹാരം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അത്രയ്ക്കും നല്ലൊരു കാര്യമായിട്ടാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നതും. എല്ലാവരും ഇതേപോലെ ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് പറ്റണ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ചോറും അതിലേക്ക് ഇതേ കുറച്ച് പുളിഞ്ചി ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചമ്മന്തിയും പിന്നെ ഉപ്പേരിയും കൂടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം ഈ ഒരെണ്ണം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, നമ്മൾ കറി വെച്ചിട്ടില്ല എന്നുള്ളത്. കറി നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. പക്ഷേ ഇതിൽ ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ നമ്മൾ സാമ്പാർ ആക്കിയിട്ടില്ലല്ലോ എന്നുള്ളത്. ഇനി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആക്കി കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പൊതിയുടെ കൂടെ നമുക്കത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടണമെന്നില്ല. കാരണം കുറേ ആൾക്കാർ ഇതേപോലെ പൊതിച്ചോറ് ഈ ഒരു സൈഡിൽ നിന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും പലരും പല തരത്തിലാണ് കേട്ടോ കൊടുക്കുക. അതായത് പല എണ്ണത്തിലാവും. ചിലർ 3 എണ്ണം കൊടുക്കണവരുണ്ടാവും, 5 എണ്ണം, 6 എണ്ണം, 7 എണ്ണം, 10 എണ്ണം, അങ്ങനെ നമുക്ക് പറ്റണ രീതിയിൽ നമുക്ക് എത്ര എണ്ണയാണോ അതിനനുസരിച്ചിട്ട് ഓരോരുത്തർ കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് പറ്റുന്ന രീതിയിൽ 3 എണ്ണം കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിത് വീണ്ടും ആ പൊതിച്ചോറൊക്കെ അഴിച്ച് നമ്മൾ സാമ്പാർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വീണ്ടും ഇതേ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പൊതിച്ചോറും നമുക്കൊന്ന് ആക്കിയെടുക്കാനായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്ന് പൊതിച്ചോറ് ഇതേപോലെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഗീതുമോൾക്കും ഒരു ചെറിയ പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാനത് ആക്കിയിട്ട് ഞാൻ ആദ്യം ഗീതുമോൾക്കുള്ളത് വേഗം ബാഗിലൊക്കെ ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് ഗീതുമോൾ കഴിച്ചിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിതിങ്ങനെ തുറക്കുമ്പോൾ പ്രത്യേക ഒരു മണവും രുചിയൊക്കെ ആണല്ലോ ഉണ്ടാവുക. അങ്ങനെ കുട്ടികളൊക്കെ കൈയിട്ട് വാരിയെന്നൊക്കെയാണ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എല്ലാ പൊതിച്ചോറും ആക്കിയിട്ട് നമ്മളത് ഒരു കവറിലാക്കിയിട്ട് ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ചായയുടെ കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും പിന്നെ ഞാനിത് തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സാമ്പാറിനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടം ഇത് ഈ ഒരു തക്കാളി ചമ്മന്തിയാണ്. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇവർ പൊതിച്ചോറ് വാങ്ങാനായിട്ട് ഒരു 10 മണി 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവർ ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഓരോരുത്തർക്ക് കൊടുക്കാണ്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതേപോലെ ആശുപത്രിയിലൊക്കെ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്തവരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഇതേപോലെ നല്ല രുചിയോട് നമ്മൾ നല്ല സ്നേഹത്തോടും കൂടി ഇതേപോലെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർ അത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണല്ലേ. ഞാൻ ഇതേപോലെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അഡ്മിറ്റായിട്ട് നമുക്ക് ഡെലിവറിക്കൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ ഫുഡൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലെ പൈസ ഇല്ലാത്തവരും അല്ലാത്തവരാണെങ്കിൽ പോലും അവിടുന്ന് ചോറും അതേപോലെ തന്നെ ചായയൊക്കെ കിട്ടിയിട്ട് നമ്മളത് കഴിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ചധികം പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാത്രം കഴുകാനും അടുക്കള വൃത്തിയാക്കാനും ഒതുക്കാൻ അടിച്ചു വാരിയിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണി ഉറങ്ങിയ ഒരു ഗ്യാപ്പിൽ ഈയിട്ടാണ് ഈ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ണി എണീറ്റു. പിന്നെ ഉണ്ണിക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ഞാനും ഇതേ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗീതുമോൾക്ക് കൊടുക്കണ ആ ഒരു ഇതിൽ ഒരില ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സംഭവം. പിന്നെ ആ ഒരു ഉച്ചയാവണ വരെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ക്ഷമ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അതിന് പിന്നെ ഞാനും ഇത് എല്ലാതും കൂടിയിട്ടാണ് കഴിച്ചു. അത് തുറന്നപ്പോൾ തന്നെ എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കൂടി കഴിക്കാനൊക്കെ ആയിട്ട്. അതിന് അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വേഗം വേഗം ഒന്ന് കഴുകിയിട്ട് വെക്കുന്നുണ്ട്. ഇനി അതെല്ലാം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ആ ഒരു സ്ലാബൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ ഒന്നും കൂടി നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. ആ വെള്ളമായ ഭാഗങ്ങളൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ നേരം കിട്ടില്ല കേട്ടോ. എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ അപ്പം ഉള്ളത് വേഗം വേഗം ഇതേപോലെ ഉള്ളത് പറ്റണത് പോലെ ഞാൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇതേ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം സ്ലാബും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇന്നത്തെ ദിവസമാണെങ്കിൽ ഫുള്ളും മഴയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് തൊട്ട് തന്നെ ഗംഭീര മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്തൊന്ന് തിരുമ്പാനോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര എരിവുണ്ടായിരുന്നേ. ചമ്മന്തിക്കൊക്കെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നല്ലോ കഴിക്കാനായിട്ട്. പിന്നെ നോക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കരമായിട്ട് എരിവുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ ഫ്രിഡ്ജിൽ കുറച്ച് ചക്ക വരട്ടിയത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇതേ കുറച്ച് ചക്ക വരട്ടിയത് ഇതേപോലെ എടുത്ത് കഴിക്കുകയാണേ. കാരണം അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരിക്കാമല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേനും ഇതേ നമ്മുടെ ആളിവിടെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഉണ്ണിക്കുള്ള ചോറൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാറും കായപ്പീരൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ തന്നേക്കിരുന്ന് കഴിക്കണം. വലിയ കുട്ടിയായില്ലോ, അതുകൊണ്ട് തന്നെ അത് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നിലത്ത് കളയും ചെയ്യും. പ്ലേറ്റിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്ലേറ്റ് കൊടുക്കാൻ അങ്ങോട്ട് കമഴ്ത്തും, എന്നിട്ട് അത് നിലത്തുനിന്ന് വാരി കഴിക്കുക. ഇതാണ് ആളുടെ ഹോബി എന്ന് പറയുന്നത്. അപ്പം ഞാനിതേ കുറേശ്ശെ ഇടയ്ക്കിങ്ങനെ വാരി കഴിക്കണമുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, എന്തോ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഞാൻ അവിടെ ഒരു ഇല ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വാട്ടി ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നമുക്ക് ഫുഡാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിൽ ഞാൻ ലേശം ചോറിട്ട് കൊടുത്ത് അപ്പോൾ അത് ഇതേ എടുത്ത് കഴിക്കണമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്ലേറ്റിലുള്ളതൊക്കെ വാരി കൊടുത്തിട്ട് കൊടുക്കണമുണ്ട് കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ കളി സമയമാണ് കേട്ടോ ഇനിയിത്. ഞാനത് ഈ ഒരു കോലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊട്ടി കൊട്ടി കളിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചേച്ചി വരാനുള്ള നേരം അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചേച്ചീനെ കണ്ടപ്പോൾ പിന്നെ ചേച്ചീനായിട്ട് കളിക്കാനായിട്ടും അവളുടെ മേല് കയറി ഗുസ്തി കളിക്കാനായിട്ട് പിന്നെയുള്ള നേരങ്ങളൊക്കെ അങ്ങനെ ഉണ്ണീനെ ഞാൻ ഗീതുമോളുടെ അടുത്താക്കിയതിന് ശേഷം നമുക്ക് കാലത്തുനിന്ന് തീരുമാനമായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല മഴയും പിന്നെ ഉണ്ണി കിടന്നുറങ്ങുന്ന ടൈമിൽ തിരുമ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിലമെന്ന് തന്നെ ഇറങ്ങി വരുന്ന ഒരു പണിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുള്ള പണികൾ മിക്കവാറും ചിലപ്പോൾ ഒന്നെങ്കിൽ സ്കൂളിൽ പോകണേക്കാട്ടി മുന്നേ ആയിട്ട് തിരുമ്പും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് ഇതേപോലെ ആരെങ്കിലും ഉള്ള ടൈമിലാണ് കേട്ടോ തിരുമ്പാറുള്ളത്. അതിനത് വേഗം വേഗം തിരുമ്പിയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മഴ കാരണം നമുക്ക് കാലത്ത് തിരുമ്പാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിൽ നമ്മളിവിടെ ടാർപ്പായ കെട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് ഒരു അഴയ്ക്ക് പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരുമ്പിയതൊക്കെ അങ്ങനെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വാർന്ന് കിട്ടാനും ചിലപ്പോൾ അധികം കനമില്ലാത്ത ഡ്രസ്സൊക്കെ ആണെങ്കിൽ കാറ്റ് കൊണ്ടിട്ട് ഉണങ്ങുകയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അകത്തിടാനായിട്ട് നമുക്ക് അധികം സ്പേസോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അത് ഉണ്ണീനെ കൊടുത്തിട്ട് തിരുമ്പിയിട്ട് തോരയിടാണ്ട് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ
ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കുക. അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.